ഹലോ മക്കളെ, വെൽക്കം ബാക്ക് വിങ്സ് ഓൺലൈൻ ഫോക്കസ് സീരീസ്. അപ്പോ നമ്മള് ഫോക്കസ് സീരീസ് എന്ന് പറഞ്ഞ ഒരു വലിയ ചലഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വന്നേക്കണല്ലേ. എന്താണ് നമ്മുടെ 7 ദിവസം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ഫിസിക്സ് എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യാൻ പോണത്. അപ്പോ ഇന്നലെ നമ്മ 2 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തായിരുന്നു. ഏതൊക്കെയായിരുന്നു? 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാഗ്നറ്റിസം ആൻഡ് മാറ്ററും, പിന്നെ സുദേവ് സാർ വന്നിട്ട് 2ാമത്തെ ചാപ്റ്റർ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും എന്ത് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു അല്ലേ. എന്നാ ഞാൻ ഒരു പുതിയ ചാപ്റ്റർ ആയിട്ട് വന്നേക്കാണ്. 8ാമത്തെ ചാപ്റ്റർ. ഏത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. മക്കളെ, സിമ്പിൾ ചാപ്റ്റർ ആണ്. സിമ്പിൾ ചാപ്റ്റർ. അതെ, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് നേരെ പോവാല്ലേ. വേറെ വർത്താനൊന്നും പറഞ്ഞു നിൽക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നേരെ പോവാ. അപ്പോ ചാപ്റ്ററിന്റെ അത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പൊ ഈ ചാപ്റ്ററിന്റെ അതിലടാ ആകെ നിങ്ങൾക്ക് ഒരു സംശയം വരുന്നത് ഇതിന്റെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള എന്താണ്? ഫസ്റ്റ് ടോപ്പിക് ആണ് ഏത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. നിങ്ങൾ കറണ്ട് അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടോ? എന്ത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നുള്ളൊരു സെറ്റപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ? ഞാനൊന്നും കേട്ടിട്ടുണ്ടായില്ല. ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ ഞാനൊന്നും കേട്ടിട്ടുണ്ടായില്ല. അപ്പോ നമുക്ക് കണ്ടക്ടിങ് കറണ്ട് എന്ന് പറഞ്ഞ സംഭവം കേട്ടണം അല്ലെ? കണ്ടക്ടിങ് കറണ്ട്. എന്താണ് കണ്ടക്ടിങ് കറണ്ട്? IC അല്ലെ? കണ്ടക്ടിങ് കറണ്ട്. അതായത് കണ്ടക്ടിങ് കറണ്ട് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ കണ്ടണം. IC അല്ലെ? കണ്ടക്ടിങ് കറണ്ട്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേക്കണ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ടാ. എന്താ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അതായത് ID. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഏത്? സംഭവം സീന. അതായത് ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിവിടെ ഒരു എന്ത് ചെയ്തിരിക്കണം, ഒരു കപ്പാസിറ്റർ എടുത്തിരിക്കണം. ഓക്കെ, ഒരു കപ്പാസിറ്റർ എടുത്തു. എന്നിട്ട് ഞാനിത് എന്ത് ചെയ്തു? ഒരു ബാറ്ററി ആയിട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ് അല്ലെ? അപ്പൊ നിങ്ങളൊന്ന് പറ, പോസിറ്റീവ് ചാർജ് ആണ് കപ്പാസിറ്ററിന്റെ ഒരു സൈഡ് എന്താ മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. മറ്റേ സൈഡ് എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. എല്ലാവർക്കും അറിയണ കേസാണ് അല്ലെ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ കൂടെ കണ്ടിന്യൂസ് ചാർജ് ഫ്ലോ ഉള്ള കാരണം എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ എന്ത് ചെയ്തു? ഒരു എന്താണ്, ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോയി. ഓക്കെ, അതായത് ഞാൻ ഇവിടെ ഒരു എന്തെടുത്തു? ഒരു മാഗ്നറ്റിക് നീഡില്. ഓക്കെ, മാഗ്നറ്റിക് നീഡിൽ എടുത്തു. ഓക്കെ, മാഗ്നറ്റിക് നീഡിൽ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവച്ചു. അതായത് വയറുമ്മക്ക് കൊണ്ടുവച്ചു. അതായത് കണ്ടക്ടിങ് വയർ ഉണ്ടല്ലോ, കണ്ടക്ടിങ് വയറിന്റെ അടുത്ത് ഞാൻ എന്ത് വെച്ചു? ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ചു. എന്ത് സംഭവിക്കും? നിങ്ങൾ പറ, എന്ത് സംഭവിക്കും? എടാ, അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന കാരണം അവിടെ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതൊരു തിയറം ഉണ്ട്. ഏതാ? ആംബിയർ സർക്കുലർ തിയറം. എന്താ? ഇന്റഗ്രൽ BdL ഈസ് ഈക്വൽ ടു, എവിടെ എഴുതാം? ഇവിടെ എഴുതാട്ടാ. ഇന്റഗ്രൽ BdL ഈസ് ഈക്വൽ ടു, ലൈൻ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു μ0I. ഇതാരുടെ തിയറാണ്? ആംബിയർ സർക്കുലർ തിയറം പറയുന്നത്. എന്താണ് ആംബിയർ സർക്കുലർ തിയറം പറയണത്? ഓക്കെ, കറണ്ട് ഉണ്ടെങ്കിൽ ആരുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോ കണ്ടിന്യൂസ് ചാർജ് ഫ്ലോ ഉള്ളത് കൊണ്ട് ഇതിന് മൊത്തം എന്തുണ്ട്? ഈ കണ്ടക്ടീവ് വയറിൽ എന്തുണ്ട്? കറണ്ട് ഉണ്ട്. ഈ കണ്ടക്ടീവ് വയറിൽ എന്തുണ്ട്? കറണ്ട്. അപ്പൊ സ്വാഭാവികപരമായിട്ടും ഞാൻ ഇവിടെ ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ ചെറുതായിട്ട് എന്താവും? ഒന്ന് ഡിഫ്ലക്ട് ചെയ്യും. ചെറുതായിട്ട് എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും. അതെ, ഡിഫ്ലക്ട് ചെയ്യും. അതെ സാർ, ഡിഫ്ലക്ട് ചെയ്യും. ഇതാണ് കേസ് 1 എന്ന് എടുക്കുക. ഇനി 2ാമത്തെ കേസിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ, അതായത് കപ്പാസിറ്ററിന്റെ നടുക്ക് എന്ത് ചെയ്യാൻ പോവാണ്? മാഗ്നറ്റിക് നീഡിൽ വെക്കാൻ പോവാണ്. ഓക്കെ, കപ്പാസിറ്ററിന്റെ നടുക്ക് എന്ത് ചെയ്യാൻ പോവാണ്? മാഗ്നറ്റിക് നീഡിൽ വെക്കാൻ പോവാണ്. അപ്പോ നിങ്ങൾ പറ, എന്ത് സംഭവിക്കും? എന്താണ് അവിടെ സംഭവിക്കേണ്ടത്? അതായത് ആദ്യത്തെ കേസ് എന്തായിരുന്നു? ഈ കണ്ടക്ടറിൽ എന്ത് ചെയ്തു? കണ്ടക്ടർ ഇങ്ങനെ എന്താണ്, ചാർജുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു മാഗ്നറ്റിക് നീഡിൽ ഈ കണ്ടക്ടറിന്റെ എന്ത് ചെയ്തു? ഇവിടെ വെച്ചു. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ഒരു മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ ഉണ്ടായി. എന്നിട്ട് 2ാമത്തെ കേസിൽ ഞാൻ എന്ത് ചെയ്തു? ഇതേ ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ട് കപ്പാസിറ്ററിന്റെ നടുക്ക് കൊണ്ടുവച്ചു. എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവിടെയും എന്ത് സംഭവിച്ചു? ഒരു മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ ഉണ്ടായി. അവിടെ എന്തിനായി? ഒരു മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ ഉണ്ടായി. അതായത് ഈ നീഡിൽ എന്ത് ചെയ്തു? വേരി ചെയ്തു. അതിനർത്ഥം അവിടെ എന്തുണ്ടെന്നാണ് അർത്ഥം? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നാണ് അർത്ഥം. അതിനർത്ഥം അവിടെ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നാണ്. ഇവിടെ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഇട്ടാ.
അവിടെ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്? ഈ ആംബിയർ സർക്കുലർ തിയറം പറയണ പ്രകാരം ഐ ഉണ്ടെങ്കിൽ ആരുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ, ആണല്ലോ. ഐ ഉണ്ടെങ്കിൽ എന്തുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. പക്ഷേ ഇവിടെ കറണ്ട് എങ്ങനെ കടന്നു പോകൂടാ? ഒന്ന് ആലോചിക്കേ. കപ്പാസിറ്ററിന്റെ നടുക്ക് എന്തെങ്കിലും സ്പേസ് എന്തെങ്കിലും ഒരു കണ്ടക്ടിങ് വയർ ഉണ്ടെങ്കിൽ അല്ലേ അതിൽ കൂടെ ചാർജുകൾ കറന്നു പോയിട്ട് അവിടെ കറണ്ട് ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടോ? രണ്ട് കപ്പാസിറ്ററിന്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? കപ്പാസിറ്ററിന്റെ ഇടയിൽ എന്താണ്? ഗ്യാപ്പാണ് അല്ലേ? എന്താണ്? എയറൊക്കെ ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾ പറഞ്ഞേ, ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യണത്? ദേ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യണത്? ആലോചിച്ച് നോക്കിയ. അവിടെ ഒരു കണ്ടക്ടിങ് വയറിൽ ഒരു സെറ്റപ്പ് ഇല്ലാത്തടത്തോളം കാലം അതിൽ കൂടെ എങ്ങനെയാണ് മക്കളെ കറണ്ട് പാസ് ചെയ്യണത്? ആലോചിച്ച് നോക്കി. എന്നാലോ അവിടെ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, അതിനർത്ഥം അവിടെ ഒരു കറണ്ട് ഉണ്ടായെന്നാണ്. അപ്പോഴാണ് എന്ത് ചെയ്തത്? ഈ പരിപാടി ഈ ആംബിയർ സർക്കുലർ തിയറം തെറ്റായോ? ആംബിയർ സർക്കുലർ തിയറം തെറ്റായില്ലേ? ആംബിയർ സർക്കുലർ തിയറം പറഞ്ഞത് എന്താണ്? കറണ്ട് ഉണ്ടെങ്കിൽ ആരുണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. പക്ഷെ ഇവിടെ കറണ്ട് ഇല്ല. കറണ്ട് ഇവിടെ എന്തല്ല? ഇല്ല. കറണ്ട് ഇല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ കറണ്ട് എങ്ങനെ പോയി? ഇവിടെ കറണ്ട് ഇല്ലല്ലോ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴാണ് എന്ത് ചെയ്തത്? ആംബിയറിന് പുതിയൊരു ആലോചന വന്ന് അച്ഛൻ എന്ത് ചെയ്തു? പുതിയൊരു ഐഡിയ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോഴാണ് എന്ത് ചെയ്തത്? ഒരു കറണ്ട് ഉണ്ട്. ഏത് കറണ്ട്? ആ കറണ്ടിന് ഒരു പേര് ഇട്ടു. കറണ്ടിന്റെ പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അതായത് ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ, അതായത് ഒരു കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കറണ്ട് അല്ല, മറിച്ച് എങ്ങനെയാണ് നോക്കിയ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നാ പറയണത്? The current due to changing electric field. എന്താണ്? Changing electric field or electric flux is called a displacement current. അതായത് ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അറിയും? ഈ ബാറ്ററി കൊടുക്കുമ്പോ ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ, ഇതാണ് എന്ത്? ബാറ്ററി. അപ്പോ ഈ പോസിറ്റീവ് ചാർജ് ഇതിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ സാധാരണ വയറിൽ എങ്ങനെയാണ് ചാർജുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചാർജുകൾ പോകുമ്പോൾ അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് പോകുമ്പോൾ അവിടെ എന്തുണ്ടാവും? പിന്നെ എന്താണ്, ഇത്ര ടൈം ഇന്റർവെല്ലിൽ പോകുമ്പോൾ അവിടെ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്തില്ല? ചാർജ് കൊണ്ടല്ല, അതായത് ആക്സിലറേറ്റഡ് ചാർജ് കൊണ്ടല്ല ഇവിടെ എന്തുണ്ടാവണത്? കറണ്ട് ഉണ്ടാവണത്. മറിച്ച് ഇപ്പോ ഈ ബാറ്ററി ഇങ്ങനെ കൊടുക്കുമ്പോൾ, അതായത് ബാറ്ററിയുടെ ചാർജ് കപ്പാസിറ്ററിൽ കൊടുക്കുമ്പോൾ കപ്പാസിറ്ററിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. കപ്പാസിറ്ററിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ത് ചെയ്യും? വേരി ചെയ്യും. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ എന്ത് ചെയ്യും? വേരി ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ എന്ത് ചെയ്യും? വേരി ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നത്. അതായത് ഇവിടത്തെ കറണ്ടിന് കാരണം ആക്സിലറേറ്റഡ് ചാർജസ് അല്ല, മറ്റെന്താണ്? ബാക്കി എന്താണ്? വേറെന്താണ്? ഇവിടത്തെ ചാർജിന് കാരണം ഡ്യൂ ടു ഇലക്ട്രിക് ഫ്ലക്സ് ഓർ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് എന്തിന് കാരണം? ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന് കാരണം. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന് കാരണക്കാരൻ ആരൊക്കെയാണ്? നോക്കിയേ. ഡ്യൂ ടു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ഓർ ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് ഡ്യൂ ടു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ഓർ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പോ എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? ആംബിയർ സർക്കുലർ തിയറം പറഞ്ഞത് എന്തായിരുന്നു? ഇന്റഗ്രൽ അതിനു മുന്നേ ഐ ഡി ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു d∅e/dt. അതായത് ഇവിടത്തെ ഇലക്ട്രിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ. എന്താണ്? ഐ ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു d∅0 ബൈ d∅ ബൈ 0 ഇല്ല കേട്ടോ, d∅ 0 അല്ല, ഇ ആണ്, d∅e/dt. ഓക്കെ, എന്താണ് അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ? ഐ ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു d∅e/dt. അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് ആണെന്ന് മനസ്സിലാവണേ എന്ത് ചെയ്യണം?
അവിടെ ഇട്ടേക്കണം കേട്ടാ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യും, ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആംബിയർ സർക്കുലർ തീറത്തിന് ആംബിയർ ആദ്യം പറഞ്ഞ കാര്യം എന്തായി പോയി, തെറ്റായി പോയി. ഇന്റഗ്രൽ ലൈൻ ഇന്റഗ്രൽ ബി ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ആയി എന്ന് പറഞ്ഞ കാരണം തെറ്റിപ്പോയി. കാരണം ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ എന്നാ മൂപ്പര് പറഞ്ഞത്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന പറഞ്ഞത്. എന്നാൽ ഇവിടെ പുതിയൊരു കാര്യം വന്നു. ആരാ വന്നത്, ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞ സംഭവം വന്നു. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞ സംഭവം വന്നപ്പോ ആ മൂപ്പർ തന്നെ ആരെന്നെ ആംബിയർ തന്നെ പറഞ്ഞു, മാക്സ്വെൽ തന്നെ പറഞ്ഞു, എന്ത് പറഞ്ഞു, ഞാൻ തന്നെ ഇക്വേഷൻ സെറ്റ് ചെയ്ത് തരാം. മൂപ്പർ എഴുതിയത് ഇങ്ങനെയായിരുന്നു കേട്ടാ, നോക്കിട്ടാ, ഇന്റഗ്രൽ പി ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു ഐ ആയിരുന്നു മൂപ്പറുടെ ഇക്വേഷൻ. അയാൾ എന്ത് ചെയ്തു, ഐ സി പ്ലസ് ഐ ഡി എന്ന് എഴുതി. അയാൾ എന്ത് ചെയ്തു, ഐ സി പ്ലസ് ഐ ഡി എന്ന് എഴുതി. ഐ സി എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടക്ടിങ് കറണ്ട്. ഐ സി എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടക്ടിങ് കറണ്ട്. ഓക്കെ, കണ്ടക്ടിങ് കറണ്ട്. ഐ ഡി എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഐ ഡി എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഓക്കെ, ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഐ സി 0 ആണെന്ന് വിചാരിക്കാം. അതായത് ഐ സി 0 ആയി കഴിഞ്ഞാൽ, അതായത് കണ്ടക്ടിങ് കറണ്ട് ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവും അല്ലെ. ഐ ഡി 0 ആയി കഴിഞ്ഞാൽ ആരുണ്ടാവും, ഐ ഡി ഉണ്ടാവും. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതാണ് സംഭവം എന്ന് വിചാരിക്കുക. ഐ സി ഒക്കെ എവിടെയായിരിക്കും, ഈ വയറിലായിരിക്കും അല്ലെ. ഐ സി ഒക്കെ എവിടെയാണ്, ഈ വയറിലായിരിക്കും. ഈ ഐ ഡി എവിടെയാണ്, കപ്പാസിറ്ററിന്റെ നടുക്കായിരിക്കും എന്തുള്ളത്, ഐ ഡി. അപ്പോ ഐ ഡി ഐ സി 0 ആയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും, കപ്പാസിറ്ററിന്റെ നടുക്കാണ്. അവിടെ എന്തുണ്ട്, ഐ ഡി ഉണ്ട്. ഇനി ഐ ഡി 0 ആണത് എവിടെയാണ്, ഈ കണ്ടക്ടിങ് വയറിലാണ് അല്ലെ. ഈ കണ്ടക്ടിങ് വയറിൽ ഐ ഡി ഉണ്ടാ ഇല്ല, അവിടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അല്ല, അവിടെ എന്ത് കറണ്ട് ആണ്, അവിടെ കണ്ടക്ടിങ് കറണ്ട് ആണ്. ഓക്കെ, ഇനി കപ്പാസിറ്ററിന്റെ ഉള്ളിൽ എന്ത് കറണ്ട് ആണ്, കണ്ടക്ടിങ് കറണ്ട് ആണോ, അല്ല, അവിടെ എന്ത് കറണ്ട് ആണ്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഓക്കെ ആണോ. അപ്പോ മൂപ്പരുണ്ടാക്കിയ ഇക്വേഷൻ ആയിരുന്നു μ0 ഇൻറ്റു ഐ സി പ്ലസ് ഐ ഡി. അപ്പോ ഇക്വേഷൻ എന്ത് ചെയ്യാം, ഒന്നും കൂടി ചെയ്യാം. പി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു, ഉള്ളിലോട്ട് ഗുണിക്കാം കേട്ടാ, μ0 ഐ സി പ്ലസ് μ0 ഐ ഡി. എന്തായിരുന്നു ഐ ഡിയുടെ ഇക്വേഷൻ, ഐ ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഡി ഫൈ ഇ ബൈ ഡി ടി. അപ്പോ ഇക്വേഷൻ മാറ്റിട്ടാ, ഇന്റഗ്രൽ ബി ഡി എൽ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായി, μ0 ഐ സി പ്ലസ് μ0 ഐ ഡിയുടെ പകരം എന്ത് ചെയ്താ, μ0 ഐ ഡിയുടെ പകരം എന്ത് ചെയ്താ, കാണില്ല അല്ലെ. കേട്ടാ, ഇവിടെ എഴുതണ്ട, ഇവിടെ എഴുതാല. ഇന്റഗ്രൽ ബി ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ഐ സി അങ്ങനെ തന്നെ ഇടാ പ്ലസ് μ0 ഐ ഡിയുടെ പകരം ഇക്വേഷൻ എന്താണ്, എപ്സിലോൺ 0 ഡി ഫൈ ഇ ബൈ ഡി ടി. ഇതാണ് പുതിയ ആംബിയർ സർക്കുലർ തിയറം. ഓക്കെ ആണോ. ഇത് നോക്കിയേ, റൈറ്റ് ആംബിയർ മാക്സ്വെൽ ലോ മോഡിഫിക്കേഷൻ ടു ആംബിയർ സർക്കുലർ തിയറം. മോഡിഫൈഡ് ആംബിയർ സർക്കുലർ തിയറം ആണ് എന്ത്, മോഡിഫൈഡ് ആംബിയർ സർക്കുലർ ഇക്വേഷൻ ആണ് എന്ത്, ഇന്റഗ്രൽ ബി ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ഐ സി പ്ലസ് μ0 എപ്സിലോൺ 0 ഡി ഫൈ ഇ ബൈ ഡി ടി. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. എന്താണ് നമുക്ക് അടുത്തത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഡാഷ് ഈസ് ദ സോഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇ എം വേവ്സിന്റെ സോഴ്സ് എന്താണ്, ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്, ആക്സിലറേറ്റിംഗ് ചാർജ്. എന്താണ്, ആക്സിലറേറ്റിംഗ് ചാർജ്. അതെന്താ സംഭവം മനസ്സിലായ. അതായത് ഈ ഒരു കപ്പാസിറ്റർ എടുത്തു കഴിയുമ്പോ, കപ്പാസിറ്റർ എടുക്കുക, എന്ത് ചെയ്തു, ചാർജ് ഇവിടെ ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട്. ഓക്കെ, ബാറ്ററി കൂടെ എന്ത് പോകും, ബാറ്ററി ഓൺ ആയി കഴിയുമ്പോൾ എന്ത് പോകും, ചാർജ് പോകും അല്ലെ. ചാർജ് പോയിട്ട് ആക്സിലറേറ്റിംഗ് ചാർജ് കാരണം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, കൂട്ടാൻ സഹായിക്കും. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, കൂട്ടാൻ സഹായിക്കും. ഓക്കെ, ശരിക്കും ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവുന്നതിന് കാരണം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതാണ്. എന്നാൽ അവിടെ നിന്ന് ഇ എം വേവ്സ് ഉണ്ടാവണമെങ്കിൽ, ഇ എം വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആര് സഹായിക്കണം, ഇവിടുത്തെ ചാർജസ് സഹായിക്കണം. അതായത് ഇവിടുത്തെ ചാർജിന്റെ ആക്സിലറേറ്റിംഗ്, അതായത് ഭയങ്കരമായിട്ട് സ്പീഡിൽ ഓടുന്ന ചാർജുകൾ, ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജുകളാണ് എന്തിന് കാരണമാവുന്നത്, ഇ എം വേവ്സിന് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എന്ത് ചെയ്യുന്നത്, കാരണമാകുന്നത്. കുഴപ്പമില്ലല്ലോ.
കുഴപ്പമില്ലല്ലോ. ഓക്കെ ആണെങ്കിൽ അടുത്തതിലോട്ട് പോവാം. എന്താണ് മക്കളെ അടുത്തത്? എ ടിപ്പിക്കൽ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് സെഡ് ഡയറക്ഷൻ ഷോൺ ഇൻ ഫിഗർ. അതായത് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, EM വേവ്സ് പോണത്. ഓക്കെ. ഇനി എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്? അതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ അതായത് കേക്കിട്ടാ, ഇതൊരു കപ്പാസിറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, കപ്പാസിറ്റർ ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ ദിവട ഞാൻ എന്ത് ചെയ്തു, ഒരു 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 റിസീവർ വെച്ചു. എന്നിട്ട് ഈ ബൾബിനെ ഞാൻ കത്തിക്കാൻ പോയി. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് വിചാരിക്കാം. സ്വിച്ച് ഇട്ടു, ചാർജ് എന്ത് ചെയ്യും, ഇതിൽ കൂടെ പോകും അല്ലെ, ചാർജ് എന്ത് ചെയ്യും, ഇതിൽ കൂടെ പോകും. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചാർജ് ഇങ്ങനെ പോകും. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഇവിടെയൊക്കെ IC ഉണ്ട്, ഇവിടെയൊക്കെ എന്തുണ്ട്, ID ഉണ്ട്. ഓക്കെ, കണ്ടക്ടിങ് അയർ ഉണ്ട്, കണ്ടക്ടിങ് കറണ്ടും ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ഉണ്ട്. അപ്പോ ഈ റിസീവർ എന്താണ്, അത് എന്താണ്, ഒരു വേവ്സുകളൊക്കെ എന്ത് ചെയ്യാനുള്ള, റിസീവ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് റിസീവർ. അതിനെ നേരെ കണക്ട് ചെയ്ത് എന്ത് വെച്ചിട്ടുണ്ട്, ബൾബ് വെച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ ഇത് സ്വിച്ച് ഇടുമ്പോ ഈ ബൾബ് കത്തി. സ്വിച്ച് ഇടുമ്പോ എന്ത് ചെയ്തി, ബൾബ് കത്തി. എല്ലാവർക്കും ഒരു ആശ്ചര്യം, എന്താ സംഭവം? മ്യൂച്വൽ ഇൻഡക്ഷൻ ഒന്നും അല്ലാട്ടത്. ഓക്കെ, എന്താ സംഭവം നോക്കി ഒന്ന് ആലോചിക്കി. സ്വിച്ച് ഇട്ടപ്പോ ചാർജ് ഇതിൽ കൂടെ പോയി, ഇവിടെ നിന്ന് നേരെ റിസീവറിലോട്ട് പോയി. റിസീവറിലോട്ട് എന്തോ ഒരു സാധനം പോയോണ്ടാണ് എന്ത് ചെയ്യണത്, റിസീവറിൽ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് വെക്കുന്നത്. ഓക്കെ, റിസീവറിൽ വേവ്സ് വന്നാൽ, എന്തെങ്കിലും ഒരു വേവ്സ് വന്നാൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വേവ്സ് വന്നതിന് അതിനാ റിഫ്ലക്ട് അല്ലെങ്കിൽ അതിനെ അതുമൊന്ന് അടിച്ചാൽ എന്തേ ഉള്ളൂ, ബൾബ് കത്തുള്ളൂ എന്നാണ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വിട്ടതെങ്കിൽ, എന്തോ ഒന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ, എന്തോ ഒരു സാധനം ഇതിന്റെ ഇടയിൽ കൂടെ അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. അതെന്തായിരിക്കും? അതായത് സ്വിച്ച് ഇട്ടു, ചാർജ് പോയി, കണ്ടിന്യൂസ് ചാർജ് പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ എന്തോ ഒന്ന് ഒരു കണക്ഷൻ, അതായത് ഒരു ഇമാജിനറി സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റിസീവറിൽ പോയി ഇടിച്ചിട്ടുണ്ട്. റിസീവറിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ബൾബ് എത്തി. ഇവിടെ നിന്ന് ഈ കപ്പാസിറ്ററിൽ നിന്ന് ഇവിടുന്ന് എന്തോ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ. ആ പോയേക്കുന്ന സാധനത്തിന്റെ പേരാണ് എന്ത്, EM വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കമ്പൈൻ ചെയ്യുന്നതിന് എന്തിനാ പറയണത്, EM വേവ്സ് എന്ന് പറയുന്നത്. അതായത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പോകും, കണ്ടിന്യൂസ്ലി ഈ എന്താണ്, കപ്പാസിറ്ററിന്റെ ഇടയിൽ എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. കപ്പാസിറ്ററിന്റെ ഇടയിൽ എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡ്. കപ്പാസിറ്ററിന്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡും പിന്നെ കറണ്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡും, ഓക്കെ, എങ്ങോട്ട് പോകും, ഈ റിസീവറിലോട്ട് പോകും. ഓക്കെ, EM വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഒരു ടൈപ്പ് ഓഫ് എന്താണ് EM വേവ്സ് ഉണ്ട്. അപ്പൊ EM വേവ്സ് പോയിട്ട് ആ റിസീവറിൽ ചെന്ന് ഇടിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ആ ബൾബ് കത്തിയത്. ഓക്കെ ആണോ? അപ്പൊ EM വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഐഡിയ കിട്ടി നിങ്ങൾക്ക് മനസ്സിലായ? ഓക്കെ, EM വേവ്സിന് എന്ത് വേണ്ട, മീഡിയം ആവശ്യമില്ല. ഇപ്പൊ തന്നെ പഠിച്ചു, EM വേവ്സിന് എന്താ ആവശ്യമില്ല, മീഡിയം ആവശ്യമില്ല. അപ്പോ ഇങ്ങനെയാണ് എന്ത് ചെയ്യണത്, EM വേവ്സിനെ വരയ്ക്കണത്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ വരയ്ക്കണത്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ആരൊക്കെ ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. രണ്ടാൾക്കാരാണുള്ളത്. EM വേവ്സ് രണ്ടും ഒരാൾക്കാരാണ്, മനസ്സിലായ? അതായത് EM വേവ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടി ഒരുമിച്ച് പോണതാണ് എന്ത്, EM വേവ്സ്. ഓക്കെ, രണ്ടും രണ്ടാളല്ല, രണ്ടും ഒരാളാണ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യണത്, ഇലക്ട്രിക് ഫീൽഡ് അല്ല EM വേവ്സ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഈ അതായത് ഇതേ കണ്ട, ഈ ബ്ലൂ ലൈനിലുള്ളതാണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഞാൻ റെഡ് കൊണ്ടാ വരച്ചത്, നിങ്ങൾക്ക് കാണാല ബ്ലൂ. ഓക്കെ, ഇനി പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആര് വരയ്ക്കണത്, വരച്ചേക്കണത്, മാഗ്നറ്റിക് ഫീൽഡ് വരച്ചേക്കണത്. ഓക്കെ, അതായത് ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. നോക്കട്ടാ ശ്രദ്ധിച്ചു നോക്കിയോ. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും പോണത്, ഇതേ ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് പോണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതേ ഇങ്ങനെ. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും പോണത്, ഇതേ ഇങ്ങനെ. ഇതിപ്പോ എങ്ങനെ കാണിക്കും, അതായത് നോക്കിക്കോട്ടാ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോണ്. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ പോകും, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. നോക്കിയേ, ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോകും, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ പോകും, ഇങ്ങനെ പോകും. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, മനസ്സിലായ? അതായത് ഇലക്ട്രിക് ഫീൽഡ്
പോകുന്ന ഡയറക്ഷന്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആര് പോണത്, മാഗ്നറ്റിക് ഫീൽഡ് പോണത്. അതായത് എത്രത്തോളം കാണിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇല്ല മക്കളെ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ പോകും, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതേ ഇങ്ങനെ. ഓക്കെ, ഇത് കാണിക്കാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ട്. നേരെ പോകുന്നതേ ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇത് ഇങ്ങനെ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, കുഴപ്പമില്ല. അതായത് ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആര് പോണത്, മാഗ്നറ്റിക് ഫീൽഡ് പോണത്. അപ്പോ അവന്മാര് തമ്മിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? Ex ഈക്വൽ ടു E0 സൈൻ kz മൈനസ് ഒമേഗ ടി. ഇതെങ്ങനെ വന്നെന്ന് അറിയോടാ? അതായത് y is equal to ഇക്വേഷൻ കാണിച്ചു തരാം. വേവിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. y is equal to a sin kx മൈനസ് ഒമേഗ ടി. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതിന്റെ അകത്ത് y എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? y എന്ന് പറഞ്ഞാല് അതായത് ഇവിടത്തെ നോക്കിയേ, y എന്ന് പറഞ്ഞാല് ഏത് ഡയറക്ഷനിലാണ് ഇത് പോണത്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് ഇത് പോണത്. അത് നോക്കിയേ, ഇതെങ്ങോട്ടാ പോണത്? ഈ ഇലക്ട്രിക് ഫീൽഡ് എടുത്തോട്ടാ. ഇലക്ട്രിക് ഫീൽഡ് എടുത്തോ. ഇലക്ട്രിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാല് നോക്കിയേ, എക്സ് ഇ എക്സ് എന്നാണ് എഴുതിക്കുന്നത്. വൈന് പകരം എന്താ എഴുതിക്കണത്? ഇ എക്സ് എന്നാണ് എഴുതിക്കണം. വൈന് പകരം ഇ എക്സ് ആണ്. അതായത് ഇത് എക്സ് ഡയറക്ഷനിലാണ്. അതായത് അല്ലേ, നോക്കിയേ, ഈ ഇ എക്സ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇത് എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ, ഇത് സെഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോ ഈ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ് പോണത്? മോളിൽ കൂടെ, അതായത് വൈ കൂടെ പോണത്. ഓക്കെ, എങ്ങോട്ടാ പോണത്? എക്സ് സെഡ് കൂടെ. എങ്ങനെയാണ് പോണത്? വൈ പിടിച്ചിട്ടാണ് പോണത്. ഓക്കെ, അതായത് മോളിൽ കൂടെ അങ്ങോട്ട് പോകുന്നു. അതായത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്ലെയിൻ, വൈ പ്ലെയിൻ ഉപയോഗിച്ചിട്ട് എങ്ങോട്ട് പോകുന്നു? സെഡിലോട്ട് പോകുന്നു. അപ്പോ അല്ല, വൈ പ്ലെയിൻ അല്ല, എക്സ് പ്ലെയിൻ ഉപയോഗിച്ചിട്ട്, അതായത് ഇ എക്സ്, വൈക്ക് പകരം എന്ത് ചെയ്താ? ഇ എക്സ് എന്ന് ചെയ്താ. ഇനി ഇവന്മാര് തമ്മിലുള്ള നോക്കിയേ, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്, ഈ എക്ക് പകരം എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡിന് പകരം ഇവിടെ എന്താ എഴുതിയേക്കണത്? E0 എന്നാണ് എഴുതിയേക്കണത്. ഓക്കെ, അപ്പോ ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് E0. ഓക്കെ, E0. ഇനി സൈന് അതേപോലെ തന്നെ, കെ അതേപോലെ തന്നെ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായ? എങ്ങോട്ടാണോ പോകുന്നത്. ഓക്കെ, ഇവന്മാര് വൈയില് വൈബ്രേഷൻ ഉണ്ടാക്കി സെറ്റിലോട്ട് പോകും. ഓക്കെ, പറഞ്ഞ മനസ്സിലായ? അതായത് സാധാരണ ഒരു വേവ് എങ്ങനെയാ വരയ്ക്കണത്? ഇങ്ങനെയാണ് വരയ്ക്കണത്. ഓക്കെ, വയ്യാന്ന് വിചാരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വേവ് വൈയില് വൈബ്രേഷൻ ഉണ്ടാക്കുന്നു. ഓക്കെ, വൈയില് വൈബ്രേഷൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇത് എങ്ങോട്ടാ പോണത്? സെറ്റിലോട്ടല്ലേ പോണത്? അല്ലെ, ഇതെങ്ങോട്ടാ പോണത്? സെറ്റിലോട്ടാ പോണത്. അതെന്നെ ഉദ്ദേശിക്കണത്. ഇതെങ്ങോട്ടാ പോണത്? നോക്കിയേ, എന്തിനാണ് വൈബ്രേഷൻ ഉണ്ടാക്കുന്നത്? എക്സിൽ വൈബ്രേഷൻ ഉണ്ടാക്കിയിട്ട് സെറ്റിലോട്ട് പോണത്. അപ്പോ ഇവിടുത്തെ എക്സിന് പകരം ഇവിടെ എന്താ വന്നേക്കുന്നത്? സെറ്റ് ആണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങോട്ടാണോ പോകുന്നത്, ഇത് ഇവിടെ എങ്ങോട്ടാ പോണത്? ഇവിടെ സെറ്റിലോട്ടാ പോണത്. അപ്പൊ ഇവിടെ എക്സിന് പകരം എന്ത് ചെയ്ത്? സെറ്റ് ചെയ്ത് മൈനസ് ഒമേഗ ടി. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ മനസ്സിലായിരിക്കുന്നു. അതേപോലെ തന്നെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ? അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എടുക്കുക. മാഗ്നറ്റിക് ഫീൽഡ് നോക്കിയേ, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഇത് കണ്ട വൈ ഡയറക്ഷനിലല്ലേ പോണത്? വൈ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യണത്. അപ്പോ ബി വൈ ഈക്വൽ ടു, അപ്പോ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? B0 ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? B0 സൈൻ അതേപോലെ തന്നെ ഇടാം. ഓക്കെ, കെ അതേപോലെ തന്നെ ഇടാം. എന്നിട്ട് ഇവൻ എങ്ങോട്ടാ പോണത്? ഇവൻ പോണത് സെറ്റിലോട്ടാണ്. മൈനസ് ഒമേഗ ടി. കുഴപ്പമില്ല. ഇതാണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഈ എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്, എക്സിലോട്ടാണ് അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് പോണത്? എക്സിലോട്ട്. അപ്പൊ ഇ എക്സ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ E0 സൈന് അതേപോലെ കെ അതേപോലെ സെഡ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ? ഈ EMFs എങ്ങോട്ടാ പോണത്? സെറ്റിലോട്ടാ പോണത്. സെറ്റ് ഡയറക്ഷനിലോട്ടാ പോണത്. മൈനസ് ഒമേഗ ടി. ഓക്കെ, ഇതാണ് EMFസിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എന്ത് ഇക്വേഷൻ. കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാ? അടുത്തതിലോട്ട് പോവാ. അടുത്തത് റൈറ്റ് എനി പ്രോപ്പർട്ടീസ് ഓഫ് EMFs. റൈറ്റ് എനി 4 പ്രോപ്പർട്ടീസ്. ഏതെങ്കിലും 4 പ്രോപ്പർട്ടീസ് ഇതിന്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഞാൻ എന്ത് ചെയ്യാം? എല്ലാം ഒന്ന് പറഞ്ഞുതരാം. നോക്കിയേ, ഇൻ EMFs are transverse waves in which the electric and magnetic fields are
perpendicular to each other and also the direction of propagation. ശ്രദ്ധിക്കട്ടാ, അതായത് EM വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ത് വേവ് ആണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. എന്ത് വേവ് ആണ്? ട്രാൻസ്വേഴ്സ് വേവ്. നാം പഠിച്ചാണ് ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡൽ വേവ്സും. ഈ വേവ്സ് എന്താണ്? EM വേവ്സ് എന്ത് വേവ്സ് ആണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇനി EM വേവ്സിൽ ആരൊക്കെയുണ്ട്? ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആരൊക്കെയുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എന്നാൽ ഇവന്മാര് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അതായത് 90 ഡിഗ്രി ആണ്. ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത്? EM വേവ്സ് ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ, ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വരയ്ക്കും? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ. ഓക്കെ, അതായത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, അതായത് ഇങ്ങനെ. നിങ്ങൾ കണ്ട, ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഇതെന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കേട്ടോ. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ഓൾസോ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അവന്മാരുടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എങ്ങനെയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയായിരിക്കും? രണ്ടും തമ്മിൽ പെർപെൻഡിക്കുലർ ഡിഗ്രി ആയിരിക്കും. അതാണ് എന്ത്? ഫസ്റ്റ് പോയിന്റ്. അതാണ് എന്ത്? ഫസ്റ്റ് പോയിന്റ്. എന്താണ് ഫസ്റ്റ് പോയിന്റ്? EM waves are transverse waves and magnetic field and electric field and magnetic field are perpendicular to each other. ഇലക്ട്രിക് ഫീൽഡുകളും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി എന്താണ് മക്കളെ രണ്ടാമത്തെ പോയിന്റ്? EM വേവ്സിന്റെ സ്പീഡ് ഓഫ് EM വേവ്സ് ഇൻ വാക്വം ഏതാണ് ഇക്വേഷൻ? C equal to 1/√μ0 into epsilon 0. μ0 എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിയബിലിറ്റി അല്ലെ? പെർമിയബിലിറ്റി ഇൻ എയർ. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിറ്റിവിറ്റി. അപ്പോ സ്പീഡ് ഓഫ് എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ മെറ്റീരിയൽ, അതായത് ഇതാണ് എന്ത്? സ്പീഡ്. ഓക്കെ, ഇക്വേഷൻ എന്തായിരുന്നു? 1/√μ0 epsilon 0. ഓക്കെ ആണോ? ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? എന്തിന്റെ ഇക്വേഷൻ? നമ്മുടെ വാക്വത്തിലാണെങ്കിൽ EM വേവ്സിന്റെ സ്പീഡ് വാക്വം ആണെങ്കിൽ, ഇനി ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു മെറ്റീരിയലിന്റെ ഇടയിലാണെങ്കിൽ ഈ എയറിന് പകരം വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ മാറും മക്കളെ? ഈ μ0 ഈ രണ്ട് സീറോ മാറും. അതായത് C equal to 1/√μ into epsilon എന്നാവും. μ into epsilon എന്നാവും. മക്കളെ നോക്കിയേ, മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? μ0 μr ആണ്. ഇനി എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? എപ്സിലോൺ 0 എപ്സിലോൺ r ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ ഇട്ടുകൊടുത്തേ, ഇവിടെ എഴുതാം. കാണണ്ട, C equal to 1/√μ പകരം എന്ത് ചെയ്താ? μ0 μr എന്ന് എഴുതാ. പിന്നെ എപ്സിലോൺ 0 പകരം എന്ത് ചെയ്താ? എപ്സിലോൺ 0 എപ്സിലോൺ r എന്ന് എഴുതാ. ഓക്കെ ആണോ? നോക്കിയേ, ഇവിടെ എപ്സിലോൺ 0, ഇവിടെ ആരുണ്ട്? μ0 ഉണ്ട്. ഓക്കെ, അപ്പോ സ്പീഡ് ഈക്വൽ ടു v എന്ന് എഴുതാം. സ്പീഡ് ഈക്വൽ ടു 1/, നോക്കിയേ, റൂട്ട് μ0 എപ്സിലോൺ 0 1/√ ആരൊക്കെയാണ്? μr എപ്സിലോൺ r. μr എപ്സിലോൺ r. അപ്പൊ നോക്കിയേ, ഇവന്റെ പേരെന്താണ്? ഇവന്റെ പേരെന്താണ്? സി എന്നല്ലേ? ഇവന്റെ പേരെന്താണ്? സി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി അല്ല, സ്പീഡ് സോറി വെലോസിറ്റി അല്ല, സ്പീഡ്. നോക്കിയേ, സ്പീഡ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഇവന്മാരെ മൊത്തം എന്ത് വിളിക്കും? 1/√μ0. നോക്കി, 1/√μ0 എപ്സിലോൺ 0 എന്ന് പറഞ്ഞാല് സി ബൈ റൂട്ട് ആരുണ്ട്? ബാക്കി ആരുണ്ട്? μr എപ്സിലോൺ r. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? സ്പീഡ് ഓഫ് EM വേവ്സ് ഇൻ എവിടാ? പിന്നെ മെറ്റീരിയൽ. ഓക്കെ, ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എയറിന് പകരം വന്നു കഴിഞ്ഞാൽ നോക്കിയേ, EM വേവ്സിന്റെ മെറ്റീരിയൽ മീഡിയം. ഓക്കെ, ഉണ്ടായിരിക്കുന്ന ഇക്വേഷൻ ആണ് എന്ത്? V is equal to C/μr into epsilon r. കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ് മക്കളെ പറയണത്? ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ EM waves are related E0/B0 equal to C. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്? E0 ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സ്പീഡ് ഓഫ് EM waves, അതായത് സിന്റെ വാല്യൂ എന്താണ്? C equal to 3 into 10⁸ meter per second. ഓക്കെ, എന്താണ്? അയ്യോ കണ്ടില്ല അല്ലെ?
സി ഈക്വൽ ടു എന്താണ് 3 into 10⁸8. ഓക്കെ, അപ്പോ ഇവന്മാർ തമ്മിൽ മൂന്നുപേരും ഒരു റിലേഷൻ ഉണ്ട്. എന്താണ്? E0/B0 ഈക്വൽ ടു സി. ഓക്കെ, ഈ റിലേഷൻ എന്ത് ചെയ്യണം മക്കളെ? കാണാണ്ട് പഠിക്കണം കേട്ടോ. E0 ബൈ, അതായത് ഇതിന് പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പോയിന്റ് എന്താണ് മക്കളെ? നോ മെറ്റീരിയൽ, എന്താണ്? നോ മെറ്റീരിയൽ മീഡിയം ഈസ് റിക്വയർഡ് ഫോർ ദി പ്രൊപ്പഗേഷൻ ഓഫ് EM വേവ്. EM വേവ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്ത് വേണ്ടെന്നാ പറയണത്? മീഡിയം വേണ്ടെന്നാ പറയണത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നു അല്ലെ? ഈ ഇവിടെ ഇരിക്കുന്ന കപ്പാസിറ്റർ മോളാർ റിസീവറിലോട്ട് പോകാൻ എന്തെങ്കിലും വേറെ മീഡിയം ഉണ്ടായിരുന്ന? ഉണ്ടായില്ല അല്ലെ? ഉണ്ടായില്ല. ഓക്കെ, അപ്പൊ ഈ EM വേവ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്ത് വേണ്ട? എന്ത് വേണ്ട പറ? എന്ത് വേണ്ട? എന്തായിരുന്നു? മീഡിയം അല്ലെ? മീഡിയം ആവശ്യമില്ല. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് carry energy as they travel through space and this energy is shared equally by the electric and magnetic field. അതായത് വെറുതെ ഒരു EM വേവ്സ് എന്ത് ചെയ്യൂല, പോകൂല. EM വേവ്സ് എന്ത് ചെയ്യും? എനർജി ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ എല്ലാ സാധനവും പ്രൊപ്പഗേറ്റ് ചെയ്യണത് അല്ലെ? അപ്പൊ ഇവന്മാർക്ക് കിട്ടുന്ന എനർജി ഇവന്മാർ എങ്ങനെയാണ് യൂസ് ചെയ്യണത്? ഈക്വലി ഷെയർ ചെയ്താണ് യൂസ് ചെയ്യണത്. ഓക്കെ, ഒരു 100 ജൂൾ ഉണ്ടെങ്കിൽ 50 ജൂൾ ആരെടുക്കും? ഇലക്ട്രിക് ഫീൽഡ് എടുക്കും. 50 ജൂൾ ആരെടുക്കും? മാഗ്നറ്റിക് ഫീൽഡ് എടുക്കും. അതായത് ഇവന്മാർ ഈക്വലി ഷെയർ ചെയ്താണ് എന്ത് ചെയ്യണത്? എനർജിനെ എടുക്കണത്. ഓക്കെ, energy is shared equally by the electric field and the magnetic field. കുഴപ്പമില്ലല്ലോ. ലാസ്റ്റ് പോയിന്റ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്പോർട്ട് മൊമെന്റം ആസ് വെൽ. അതായത് എന്ത് ചെയ്യുന്നു? മൊമെന്റം ക്യാരി ചെയ്യുന്നു. ഓക്കെ, when this wave strikes surface total momentum delivered to the surface. അതായത് മൊമെന്റവും എനർജിയും തമ്മിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. P is equal to U by C. U എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി. U എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി. P എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റം കേട്ടോ. P എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റം. എന്ന് പറഞ്ഞാൽ മൊമെന്റം. സി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് എ ലൈറ്റ്. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും എന്ത് ചെയ്യാം? 4 പോയിന്റ്സ് പഠിച്ചു നോക്കാം. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. എന്താണ്? EM വേവ്സ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. EM വേവ്സ് എന്താണ്? ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. EM വേവ്സ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയാണ് ഇവന്മാര് പോണത്? പ്രൊപ്പഗേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? ഒരു വേവ് EM വേവ്സ് പോണത് എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ട്, രണ്ടും കൂടി ഒരുമിച്ച് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പോണത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്? സ്പീഡ് ഓഫ് EM വേവിന്റെ ഇക്വേഷൻ പഠിച്ചു നോക്കുക. C ഈക്വൽ ടു 1/√μ0 ε0. μ0 എന്ന് പറഞ്ഞാൽ എന്താ? പെർമിയബിലിറ്റി അല്ലെ? ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി. ദ സ്പീഡ് ഓഫ് എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ എ മെറ്റീരിയൽ മീഡിയം. അതായത് ഈ നേരത്തെ ഈ സ്പീഡ് ഓഫ് EM വേവ്സിന്റെ സ്പീഡ് വാക്വത്തിലായിരുന്നു. അതിന്റെ അകത്ത് വാക്വത്തിന് പകരം ഒരു മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ മാറും? V ഈക്വൽ ടു C/√μr ε0. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. E0/B0 ഈക്വൽ ടു C. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? നോ മെറ്റീരിയൽ മീഡിയം. അതായത് നോ മെറ്റീരിയൽ മീഡിയം റിക്വയർഡ് ടു ഫോർ ദി പ്രൊപ്പഗേഷൻ ഓഫ് EM വേവ്. അതായത് EM വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്ത് വേണ്ട? എന്ത് വേണ്ട? മീഡിയം ആവശ്യമില്ല. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് കിട്ടുന്ന ചാർജുകൾ അവന്മാർ എങ്ങനെയാണ് യൂസ് ചെയ്യണത്? ഈക്വലി ഷെയർ ചെയ്തിട്ട്. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? ഈക്വലി ഷെയർ ചെയ്യുന്നു. എനർജി ഷെയർഡ് ഈക്വലി ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ലാസ്റ്റ് വൺ എന്തായിരുന്നു? EM വേവ്സ് ട്രാൻസ്പോർട്ട് മൊമെന്റം ആസ് വെൽ. അല്ലേ? P is equal to U by C. മൊമെന്റം P equal to എന്താണ്? മൊമെന്റം. U equal to എന്തായിരുന്നു? എനർജി ബൈ C. C എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്പീഡ് ഓഫ് എ ലൈറ്റ്. മക്കളെ പഠിച്ചു വെക്കട്ടെ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്തായാലും പഠിച്ചോളൂട്ടാ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചോട്ടാ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്താ? ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം അല്ലെ? നോക്കിയേ, ഒരു പ്രോബ്ലം. എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓഫ് എ ഫ്രീക്വൻസി. നോക്കിയേ, ഇവിടെ ഫ്രീക്വൻസി എന്താണ്? 25 മെഗാഹെർട്സ്. ട്രാവൽസ് ഇൻ എ ഫ്രീ സ്പേസ്. ഓക്കെ, ട്രാവൽ ചെയ്യുന്നു along the x directions at a particular point in a space and time. E is equal to 6.3. okay, E is equal to 6.3. what is the P at this point? P ആണ് കണ്ടുപിടിക്കുന്നത്. എന്താണ് പിടിക്കുന്നത്? B ആണ് കണ്ടുപിടിക്കുന്നത്. എന്ത് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. P കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? നോക്കിയേ, ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചല്ലേ? E0/B0 ഈക്വൽ ടു C. ഓക്കെ, ഇതിനകത്ത് എന്ത് തന്നിട്ടുണ്ട്? 6.3 ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് 6.3. ഓക്കെ, 6.3. സിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 3 into 10⁸8. അപ്പോ B0ന്റെ വാല്യൂ, B0 എങ്ങനെ കണ്ടുപിടിക്കും? C അല്ലല്ല,
E0/C എന്ന് വരും. E0/C എന്ന് വരും. അപ്പൊ എങ്ങനെ ഒരു ഇക്വേഷൻ P0 ഈക്വൽ ടു E0ന്റെ വാല്യൂ 6.3 ബൈ എന്താണ് സിന്റെ വാല്യൂ 3 into 10⁸. ഓക്കെ, ആൻസർ എത്രയാണെന്ന് കണ്ടുപിടിക്കാട്ടോ. ആൻസർ എവിടെ കൊടുത്തിട്ടുണ്ട്? 2.1 into 10⁻⁻8. സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നോക്കിയേ, By ഈക്വൽ ടു 2 into the magnetic field in a plane electromagnetic wave is given by, അതായത് ഇലക്ട്രോമാഗ്നറ്റിക്കിന്റെ ഒരു ഇക്വേഷൻ ആണ്. എന്താണ് തന്നേക്കുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഇക്വേഷൻ ആണ്. By ഈക്വൽ ടു 2 into 10⁻⁻7 sin into 0.5 into 10⁻3x plus 1.5 into 10⁻11t. സൂപ്പർ. എന്താണ് കണ്ടുപിടിക്കുന്നത്? വാട്ട് ഈസ് ദി വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി? വേവ് ലെങ്ത് ഈസ് ലാംഡ. ലാംഡ കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി ഈസ് ന്യൂ. അതും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്? രണ്ടാമത്തെ. ആദ്യത്തെ നിങ്ങൾ പറ. നമുക്ക് എന്താ അറിയണത്? ഇതേ By ഈക്വൽ ടു B0 സൈന് kx മൈനസ് ഒമേഗ ടി. ഇതറിയാലോ, ബേസിക് ഇക്വേഷൻ അറിയാലോ. നിങ്ങൾ പറ B0ക്ക് പകരം ഇവിടെ എന്താ എഴുതിയേക്കണത്? B0ന് പകരം നിങ്ങൾ പറ. ഒന്ന് കമ്പയർ ചെയ്യട്ടാ. By ഈക്വൽ ടു 2 into 10⁻⁻7 sin 0.5 into 10⁻3 x plus 1.5 into 10⁻11t. ഓക്കെ, ഇങ്ങനെയാണ് തന്നേക്കുന്നത്. നിങ്ങൾ പറ. നോക്കിയേ, B0ന് പകരം എന്താ വന്നേക്കണത്? 2 into 10⁻⁻7. അത് എഴുതാം. B0 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into 10⁻⁻7. ഓക്കെ ആണോ? സൈൻ അതേപോലെ തന്നെ k ന്റെ വാല്യൂ എന്താ വന്നേക്കണം? ഓക്കെ, k ഈക്വൽ ടു എന്ത് എഴുതാ? 0.5 into 10⁻3. കെയും കിട്ടി. ഒമേഗ ഈക്വൽ ടു എന്ത് വന്നു? ഒമേഗ ഈക്വൽ ടു 1.5 into 10⁻11. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് അവിടെ കിട്ടി. ഇക്വേഷനിൽ കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ലാംഡയാണ്. എന്താണ്? ലാംഡയാണ്. ലാംഡ എങ്ങനെ കണ്ടുപിടിക്കും? k is equal to 2π/λ. k is equal to എന്താണ്? 2π/λ. where lambda is equal to 2π/k. ഇനി ലാംഡ കണ്ടുപിടിച്ചോളൂ. ലാംഡ is equal to 2 into 3.14 k ന്റെ വാല്യൂ എത്രയാണ് മക്കളെ? പറയാതെ 0.5 into 10⁻3. സൂപ്പർ ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലാംഡ കണ്ടുപിടിക്കാം. സൂപ്പർ ആയിട്ട് എന്താ കണ്ടുപിടിക്കുക? ലാംഡ അടിക്കുക. ലാംഡ എത്രയായിരിക്കും മക്കളൊന്ന് നോക്കിയേ. ലാംഡ കിട്ടിയടാ. ലാംഡ ഈക്വൽ ടു എന്ത് വരും? 12.5 into 10⁻⁻3. ഓക്കെ, 12.5. കാണില്ല അല്ലേ? സൂപ്പർ. ലാംഡ ഈക്വൽ ടു എന്ത് വരും? ലാംഡ ഈക്വൽ ടു 12.5 into 10⁻⁻3. വേവ് ലെങ്ത് കിട്ടി. എന്ത് കിട്ടി? വേവ് ലെങ്ത്. ഇനി ആരെ കണ്ടുപിടിക്കണം? ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ഫ്രീക്വൻസി. സ്ഥലമുണ്ടോ? അതെ, സ്ഥലമുണ്ട്. ഫ്രീക്വൻസി. എങ്ങനെ ഫ്രീക്വൻസി കണ്ടുപിടിക്കും? ഇക്വേഷൻ അറിയാം. ഒമേഗ ഈക്വൽ ടു 2π ന്യൂ. where ന്യൂ ഈക്വൽ ടു omega/2π. ഒമേഗ എന്താ? ഒമേഗ ദേ കിടക്കണ്. ഒമേഗ ഈക്വൽ ടു 1.5 into 10⁻11 divided by 2 into 3.14. ചെയ്തു കഴിയുമ്പോ എന്ത് കിട്ടും? ഫ്രീക്വൻസി കിട്ടും. എന്താണ് മക്കളെ ഫ്രീക്വൻസി? എന്ത് കിട്ടും?
ഈക്വൽ ടു 0.24 into 10⁻11 കിട്ടും. 0.24 into 10⁻11. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? ഫ്രീക്വൻസി കണ്ടുപിടിച്ചു, പിന്നെ എന്ത് കണ്ടുപിടിച്ചു? ലാംഡയും കണ്ടുപിടിച്ചു, ലാംഡയും ഫ്രീക്വൻസിയും കണ്ടുപിടിച്ചു. ഇനി ബിയിലോട്ട് പോകാം. ബി എന്താണ് മക്കളെ പറയുന്നത്? റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ്. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഓക്കെ. എന്താണ് മക്കളെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ? Ex equal to E0 sin kz minus omega t. Okay, kx എന്നിട്ടാ മതി. kx plus omega t. അവിടെ അങ്ങനെയല്ല വന്നേക്കണം. അതെ. അപ്പൊ എന്തൊക്കെ വേണം? Ex equal to E0 sin kx plus omega t. ഇങ്ങനെയാണ് ഇതിന്റെ മുകളിൽ തന്ന ഇക്വേഷൻ തന്നേക്കുന്നത്. ഓക്കെ, നമ്മ പഠിച്ചേക്കണത് മൈനസ് ഇട്ടിട്ടാണ്. ഓക്കെ, ഇനി എന്തൊക്കെ ഉണ്ട്? സൈൻ ഉണ്ട്, സൈൻ അങ്ങനെ തന്നെ. കെന്റെ വാല്യൂ ഉണ്ട്, പിന്നെ ഒമേഗന്റെ വാല്യൂ ഉണ്ട്. ഓക്കെ, ഒമേഗ ഒന്നും മാറുന്നില്ല. ആരെ മാത്രം കണ്ടുപിടിച്ചാൽ മതി? പിന്നെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. കണ്ട, E0 മാത്രം കണ്ടുപിടിച്ചാൽ മതി. E0 എങ്ങനെ കണ്ടുപിടിക്കും? B0 വാല്യൂ അറിഞ്ഞൂടെ? ഓക്കെ, B0 വാല്യൂ അറിഞ്ഞൂടെ? എന്താണ് B0 വാല്യൂ? ഇത് ഓക്കെ, B0 ഉണ്ടെങ്കിൽ ഓക്കെ, B0 ഇവിടെ ആരെ കണ്ടുപിടിക്കുന്നത്? E0. ഓക്കെ, E0 by B0 equal to C. ഇപ്പൊ തന്നെയല്ലേ പഠിച്ചത്, കുറച്ച് മുന്നല്ലേ പഠിച്ചത്. അപ്പോ B0 കാണാനായിട്ട് എന്ത് ചെയ്യും? E0 ഡിവൈഡഡ് ബൈ E0 അല്ലേ കാണേണ്ടത്. അപ്പൊ എന്ത് വരും? ഇക്വേഷൻ എന്ത് വരും? E0 equal to C into B0. C into B0 വരും. അപ്പോ E0 equal to പറഞ്ഞേ, C എന്ന് പറഞ്ഞാൽ എന്താ? C എന്ന് പറഞ്ഞാൽ 3 into 10⁻8 ആണ്. അതേ B0 എന്താണ്? 2 into 10⁻7 കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? പറ എന്ത് കിട്ടും? E0 കിട്ടും. E0 കിട്ടോ? E0 എത്ര കിട്ടി? E0 എത്ര കിട്ടി? നോക്കിയേ, 3 into 6 അല്ല 3 into 2 എത്രയാണ്? 6. 8 ചെയ്തോ തുറച്ചാല് 1, അതായത് 10⁻1. അതിനർത്ഥം 60. ഓക്കെ, E0 കണ്ടുപിടിച്ചു. ഇനി എന്താണ്? ഇക്വേഷനിലോട്ട് കൊടുത്താ പോരെ. Ex equal to E0 പകരം 60 സൈന് kന്റെ വാല്യൂ പറ. kന്റെ വാല്യൂ 0.5 into 10⁻3. x ഉണ്ട് x പ്ലസ് ഒമേഗന്റെ വാല്യൂ ഒമേഗ അതെ 1.5 into 10⁻11 into t. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? എന്തിന്റെ ഇക്വേഷൻ? ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ. സിമ്പിൾ ആൻഡ് ഹംബിള് അല്ലെ? എന്താ ക്വസ്റ്റ്യൻ? അടിപൊളി ക്വസ്റ്റ്യൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ? ഒന്നുകൂടി പറഞ്ഞുതരാം. വൈ നോട്ട്? ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? B0 കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ പറ്റണ ഒക്കെ കണ്ടുപിടിക്കണം. B0 കണ്ടുപിടിച്ചാൽ ഞാൻ K കണ്ടുപിടിച്ചു, ഒമേഗ കണ്ടുപിടിച്ചു. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത്? വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും. വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ ആണ് എന്ത്? K equal to 2π/λ. അപ്പൊ λ equal to എന്ത് വരും? 2π/K എന്ന് വരും. അപ്പൊ ആൻസർ എന്ത് വന്നു? 1.25 into 10⁻³ ലാംഡ കിട്ടി. ഇനി ഫ്രീക്വൻസി കിട്ടാൻ ഇക്വേഷൻ ഉണ്ട്. ഒമേഗ ഈക്വൽ ടു 2π into ന്യൂ ഈക്വൽ ടു ഒമേഗ/2π. ആൻസർ എന്ത് വന്നു? 0.24 into 10⁻11. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? ഇതാണ് ബി പാർട്ട് ട്ടാ. ബി പാർട്ട് എന്തായിരുന്നു? ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഏതാനായിരുന്നു? ഓക്കെ, എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനായിരുന്നു. എന്തായിരുന്നു? Ex equal to E0 sin kx minus plus omega t ആയിരുന്നു എന്ത് ഇക്വേഷൻ? നമ്മ പഠിച്ച ഇക്വേഷൻ. അതില് എന്ത് മാത്രമില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. E0 മാത്രമില്ല. E0 ഇക്വേഷൻ നമുക്കറിയാം എന്താ? E0 by B0 equal to C. അപ്പൊ എന്ത് ചെയ്തു? E0 കാണാനായിട്ട് B0 into C. ഓക്കെ, സിന്റെ വാല്യൂ എനിക്ക് അറിയാം. എന്തറിയാ? 3 into 10⁻8 ആണെന്ന് അറിയാം. ഓക്കെ, അങ്ങനെ കാണുമ്പോൾ എന്ത് കിട്ടും? 60 കിട്ടും. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക? ഇക്വേഷനിലോട്ട് കൊടുക്കുക. 60 sin 0.5 into 10⁻³
3x plus 1.5 into 10 raised to 11 t. ഓക്കെ, അടുത്തതിലോട്ട് പോവാ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് മക്കളെ ക്വസ്റ്റ്യൻ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. അപ്പോ എന്തൊക്കെയാണ് മക്കളെ ഇ എം വേവ്സ്? എന്തൊക്കെയാണ് ഇ എം വേവ്സ്? കുറെ ഉണ്ടല്ലേ ഇ എം വേവ്സ്. നോക്കി, ഗാമ ഉണ്ട്, എക്സ്റേ ഉണ്ട്, അൾട്രാ വയലറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, വിസിബിൾ ഉണ്ട്, പിന്നെന്താണ് ഗാമ ഉണ്ട്, മൈക്രോ റേഡിയോ വേവ് ഉണ്ട്. ഓക്കെ, ഇവന്മാരെ എല്ലാനും എന്ത് ചെയ്യണം? ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിലോ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. അങ്ങനെ അറേഞ്ച് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം? ഇ എം വേവ്സുകളെ എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലോ വേവ് ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിലോ അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. നിങ്ങൾ നോക്കിയേ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആർ 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 ആറ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയോ വേവ്. ഓക്കെ, ആർ എം ഐ. ഓക്കെ, ബി യു എക്സ് ടി. എന്താണ് എഴുതി വെച്ചേക്കണം? ഇത് മണ്ടത്തരമാണ് സാർ എഴുതി വെച്ചേക്കണം. പൊട്ടത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളത്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്, എം എന്ന് പറഞ്ഞാൽ മൈക്രോവേവ്, ഐ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ്, വി എന്ന് പറഞ്ഞാൽ വിസിബിള്. വി എന്ന് പറഞ്ഞാൽ എന്താണ്? വിസിബിൾ ലൈറ്റ്. ഓക്കെ, യു എന്ന് പറഞ്ഞാൽ എന്താ? അൾട്രാ വയലറ്റ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്റേ. ഗാമ എന്ന് പറഞ്ഞാല് ജി എന്ന് പറഞ്ഞാല് ഗാമ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും തോറും റേഡിയോ വേവിൽ നിന്ന് ഗാമ റേയിലോട്ട് പോകും തോറും ഫ്രീക്വൻസി കൂടും. എന്ത് കൂടും? ഫ്രീക്വൻസി കൂടും. ഫ്രീക്വൻസി കൂടും എന്ന് പറഞ്ഞാല് അവിടുത്തെ എന്ത് കുറയുന്ന? ലാംഡ കുറയുന്ന. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും തോറും എന്ത് കൂടും? എന്ത് കുറയും? ഫ്രീക്വൻസി കുറയും. അതായത് ലാംഡയുടെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. ഓക്കെ ആണോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലോട്ട് പോകുമ്പോൾ റേഡിയോ വേവ് ഫസ്റ്റ് തുടങ്ങേണ്ട നമ്മുടെ പരിപാടി. നോക്കിയേ, റേഡിയോ വേവ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൗ റേഡിയോ വേവ് വാസ് പ്രൊഡ്യൂസ്ഡ്. എങ്ങനെ? റേഡിയോ വേവ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് ഇൻ കണ്ടക്ടിങ് വയേഴ്സ്. കണ്ടക്ടിങ് വയേഴ്സിലെ വയറ് അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ആക്സിലറേറ്റഡ് ചാർജസുകൾ കാരണമാണ് ആരുണ്ടാവുന്നത്? റേഡിയോ വേവ്സ് ഉണ്ടാവുന്നത്. എങ്ങനെയാണ് റേഡിയോ വേവ്സ് ഉണ്ടാവുന്നത്? കണ്ടക്ടിങ് വയറിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ആക്സിലറേറ്റഡ് ചാർജസ് മൂലമാണ് എന്തുണ്ടാവുന്നത്? റേഡിയോ വേവ് ഉണ്ടാവുന്നത്. ഇനി ഈ എക്സാമിന് ചോദിക്കാവുന്ന ഷുവർ ക്വസ്റ്റ്യനിൽ ഒന്നാണ് എന്ത്? ഏതെങ്കിലും ഒരു ഇ എം വേവ്സിനെ പറ്റി ചോദിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, എക്സാമ്പിൾ തരും, എന്നിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തരും. ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ യൂസ് ചെയ്താൻ പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാവണം. അപ്പൊ എല്ലാ കാര്യങ്ങളും പഠിച്ചേക്കണം, എല്ലാ വേവ്സിന്റെയും. അതായത് ഇപ്പൊ റേഡിയോ വേവ്, ഇനി എന്ത് പഠിക്കും? ഇൻഫ്രാറെഡ് പഠിക്കും. അങ്ങനെ ഓരോന്ന് പഠിക്കും. ഓക്കെ, അപ്പൊ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടാവണം. റേഡിയോ വേവ് എങ്ങനെ ഉണ്ടാവണത്? കണ്ടക്ടിങ് വയറിന്റെ അകത്ത് ഉണ്ടാവുന്ന ആക്സിലറേറ്റഡ് ചാർജസ് മൂലമാണ് എന്തുണ്ടാവണത്? അത് തന്നെ ഉണ്ടാവണത്. എന്ത് പറ? അത് തന്നെ റേഡിയോ വേവ്. ഇനി അവന്മാരുടെ യൂസ് നോക്കാം. റൈറ്റ് ദ യൂസ് ഓഫ് റേഡിയോ വേവ്സ്. 1. They are used in radio, television, communication system. ഇതിലൊക്കെയാണ് റേഡിയോയില്, ടെലിവിഷനില്, പിന്നെന്താണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തില്, പിന്നെന്താ ഫോണില് യൂസ് ആസ് എ റേഡിയോ വേവ്സ്. നമ്മുടെ ഫോണില്, നമ്മുടെ കയ്യിലുള്ള ഫോണ്, അതിനൊക്കെ യൂസ് ചെയ്യണത് എന്താണ്? റേഡിയോ വേവ്സ് ആണ്. പിന്നെ ടെലിവിഷനില്, ടിവിയില്, റേഡിയോയില്, പണ്ടത്തെ റേഡിയോയില്, എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലും യൂസ് ചെയ്യണത് എന്ത് വേവ് ആണ്? റേഡിയോ വേവ് ആണ്. ഓക്കെ, റേഡിയോ വേവ് മനസ്സിലായി വിചാരിക്കുന്നു. 10 കഴിഞ്ഞു. അടുത്തത് എന്താണ്? മൈക്രോവേവ്. എന്തായിരുന്നു ഓർഡർ? എങ്ങനെയാണ്? RMIA വിസിബിളിനെ പറ്റി പറയാറില്ല. QXG 6 കഴിഞ്ഞു. ആരെ കഴിഞ്ഞു? 6 കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താ അടുത്തത്? എന്താണ്? മൈക്രോവേവ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മൈക്രോവേവ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സ്പെഷ്യൽ വാക്വം ട്യൂബ് കോൾഡ് ക്ലൈസ്ട്രോൺസ്, മാഗ്നട്രോൺസ്, ഗൺഡയോൺസ്. അതായത് മൈക്രോവേവ് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ വാക്വം ട്യൂബ് വെച്ചിട്ടാണ്. ഓക്കെ, എങ്ങനത്തെ? ഇത്തരത്തിലുള്ള ഏതൊക്കെ ട്യൂബ്സ് ആണ്? ക്ലൈസ്ട്രോൺസ്, മാഗ്നട്രോൺസ്, ഗൺഡയോഡ്. ഈ 3 ടൈപ്പിലുള്ള ട്യൂബ് വെച്ചിട്ട്, വാക്വം ട്യൂബ് വെച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? മൈക്രോ വേവ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, മൈക്രോവേവ്സ് ഉണ്ടാക്കാൻ
കുറച്ച് കഷ്ടപ്പാടാണ്. ഓക്കെ, അതിന് സ്പെഷ്യലി ആയിട്ടുള്ള എന്ത് വേണം, ട്യൂബ്സ് വേണം. അങ്ങനെയല്ല എന്ത് ചെയ്യുള്ളൂ, മൈക്രോവേവ്സ് എന്ത് ചെയ്യുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇത് മൈക്രോവേവ് ഉണ്ടാക്കുന്ന ഒരു യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ അറിയോ, മൈക്രോ ഓവൻ ഇല്ലേ, അതിനകത്ത് എന്തുണ്ട്, മൈക്രോവേവ്സ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് എന്തുണ്ടാവും, ഈ ക്ലിസ്ട്രോൺസ്, ഗണ്ടയോട്, മാൻസ്ട്രോൺ എന്ന് പറയുന്ന സ്പെഷ്യലി വാക്വം ട്യൂബ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ, മൈക്രോവേവ്, ആ വേവ് കിട്ടുള്ളൂ. മൈക്രോവേവ് കിട്ടണമെങ്കിൽ എന്ത് വേണം, അതിന് എന്ത് വേണം, ഒരു സ്പെഷ്യലി വാക്വം ട്യൂബ് എന്ത് വേണം, ഏതൊക്കെ ടൈപ്പിലുള്ള ക്ലിസ്ട്രോൺസ്, മാഗ്നട്രോണ്, ഗണ്ടയോട്, ഇതേപോലത്തുള്ള എന്ത് വേണം, സ്പെഷ്യലി വാക്വം ട്യൂബ് വേണം. ഇനി ഇവന്മാരുടെ യൂസ് എന്ന് പറഞ്ഞേ, യൂസ്ഡ് ഫോർ റഡാർ സിസ്റ്റം, യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ് നാവിഗേഷൻ, റഡാർ സിസ്റ്റത്തിന്റെ അകത്തും എയർക്രാഫ്റ്റ് നാവിഗേഷനിലും. പിന്നെ എവിടെയൊക്കെയാണ് യൂസ്ഡ് ഇൻ സ്പീഡ് ഗൺസ്, യൂസ്ഡ് ടു ടൈം ഫാസ്റ്റ് ബോൾസ്, ടെന്നീസ് സർവീസ് ആൻഡ് ഓട്ടോമൊബൈൽസ്. ഓക്കെ, യൂസ്ഡ് ഇൻ ടൈം ഫാസ്റ്റ് മൊബൈൽസ്, ടെന്നീസ് സർവീസ്, ഓട്ടോമൊബൈൽസ്. പിന്നെന്താണ്, മൈക്രോവേവ്സ് ആർ യൂസ്ഡ് ടു മൈക്രോവേവ് ഓവൻസ് ഫോർ കുക്കിംഗ്. കുക്കിങ്ങിന് വേണ്ടി എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു, എന്ത് മൈക്രോവേവ്. ഓക്കെ, മൈക്രോവേവ് ഓവനിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോവേവ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ചിലപ്പോ ഇങ്ങനെ ഒരു സന്ദർഭം ചോദിക്കാം. ഓക്കെ, കുക്കിങ്ങിന് സഹായിക്കുന്ന EM വേവ്സ് ഏതാന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മൈക്രോവേവ് എഴുതണം. എന്നിട്ട് മൈക്രോവേവ് എങ്ങനെ ഉണ്ടായി, ആരാണ്, എങ്ങനെയാണ്, സ്പെഷ്യൽ വാക്വം ട്യൂബ്സ് വെച്ചാണ് ഉണ്ടാവുന്നത്. എന്നിട്ട് അതിന്റെ വേറെ 2 യൂസ് ചെയ്താ ഏതൊക്കെയാണ്, ഓട്ടോമൊബൈൽസിന് യൂസ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യാ, എയർക്രാഫ്റ്റിന് യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ഈസ് ഫുഡ് കുക്ക്ഡ് ഇൻ മൈക്രോവേവ്. അതായത് മൈക്രോവേവ് ഓവനിൽ എങ്ങനെയാണ് കുക്കിംഗ് നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അത് പറഞ്ഞുതരാ. ഇൻ മൈക്രോവേവ് ഓവൻസ്, ഓക്കെ, മൈക്രോവേവ് ഓവനിൽ ദ ഫ്രീക്വൻസി ഓഫ് മൈക്രോവേവിന് എന്തുണ്ട്, ഫ്രീക്വൻസി ഉണ്ട് അല്ലെ, മൈക്രോവേവിന് ഫ്രീക്വൻസി ഉണ്ട്, ഈസ് selected to match the resonant frequency of water molecules. That energy from the waves is transferred efficiently to the kinetic energy of the molecules. This raises the temperature of any food content of water. അതായത് മൈക്രോവേവ് ഓവനില് മൈക്രോവേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്പെഷ്യലി ട്യൂബ്സ് ഉണ്ട്. അപ്പോ മൈക്രോവേവ് ഓവനില് മൈക്രോവേവ് ഉണ്ടല്ലോ, ആ മൈക്രോവേവിന് എന്തുണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ട്. മൈക്രോവേവിന് എന്തുണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസിയും ഓക്കെ, ഫുഡിന്റെ അകത്ത് ഉണ്ടാവുന്ന വാട്ടർ കണ്ടന്റിന്റെ ഫ്രീക്വൻസിയും എപ്പോഴാണോ മാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസൊണൻസ് ആകുന്നത്, അപ്പോ അവിടെ എന്ത് കൂടും, ആ വാട്ടർ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കൂടും. ആ വാട്ടർ മോളിക്യൂൾസിന് എന്ത് കൂടും, കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടും, ടെമ്പറേച്ചർ കൂടും. ഫുഡിന്റെ എന്ത് കൂടും, ടെമ്പറേച്ചർ കൂടും. എങ്ങനെയാണ് മക്കളെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. മൈക്രോവേവിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ട്യൂബിൽ നിന്ന് പുറത്തോട്ട് വരുന്ന മൈക്രോവേവിന്റെ ഫ്രീക്വൻസിയും ഫുഡിനകത്ത് ഉണ്ടാകുന്ന വാട്ടർ കണ്ടന്റിന്റെ ഫ്രീക്വൻസിയും എപ്പോ മാച്ച് ആകുമ്പോൾ അവിടുത്തെ വാട്ടർ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കൂടി അവിടുത്തെ ടെമ്പറേച്ചർ എന്താകുന്നു, റൈസ് ആകുന്നു. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണ് എന്ത് ചെയ്യണത്, കുക്കിംഗ് നടക്കുന്നത്. ഇനി അടുത്തതാണ് എന്ത് മക്കളെ, ഇൻഫ്രാറെഡ് വേവ്സ്. എങ്ങനെയാണ് ഇൻഫ്രാറെഡ് വേവ്സ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ്, ഇൻഫ്രാറെഡ് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹോട്ട് ബോഡീസ് ആൻഡ് മോളിക്യൂൾസ്. അതായത് നമ്മുടെയൊക്കെ ശരീരത്തിൽ ഭയങ്കര ചൂട് അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്ത് ചെയ്യും, ഈ എന്ത് പോണുണ്ടാവും, ഇൻഫ്രാറെഡ് റേസ് പോണുണ്ടാവും. അതായത് ഇപ്പോ നമ്മ മറ്റേ ടർഫിലൊക്കെ കളിക്കാൻ പോകുമ്പോ ഭയങ്കരമായിട്ട് വേർത്തിട്ട് നമ്മ ഇരിക്കുമ്പോ ഒരു പുക പോണൊക്കെ കണ്ടല്ലേ ഇല്ലേ. അത് ഒരു വിഷൻ ക്യാമറ ഉണ്ട്. ഓക്കെ, ആ ക്യാമറയെ കൂടെ എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ടെമ്പറേച്ചർ പുറത്തോട്ട് ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ ഒരു ഫുള്ള് പച്ച കളറായിരിക്കും. മനുഷ്യൻ വരുമ്പോൾ മാത്രം അത് എന്തായിട്ട് മാറും, ചുവപ്പ് കളറായിട്ട് മാറും. ഓക്കെ, അത് ഇൻഫ്രാറെഡ് ക്യാമറേസ് ആണ്. ഓക്കെ, ഇൻഫ്രാറെഡ് ക്യാമറയിൽ കൂടെ കാണുന്ന ആൾക്കാര് എന്തായിരിക്കും, ഇപ്പൊ മനുഷ്യനോ എന്തെങ്കിലും ഒരു ജീവിയോ എന്തെങ്കിലുമൊക്കെ ഒരു ജീവനെ കാണുകയും അതെന്തായിരിക്കും, റെഡ് കളറായിരിക്കും. അതായത് അവിടെ എന്തുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് അവിടെ ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്. ഓക്കെ, അതാണ് ആ ഇൻഫ്രാറെഡ് ക്യാമറേസ്. അങ്ങനെ ഉണ്ടാ, അടിപൊളിയാണ് ആ വിഷനൊക്കെ. അപ്പോ എങ്ങനെയാണ് ഇവിടുത്തെ ഇൻഫ്രാറെഡ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യണത്, ഹോട്ട് ബോഡീസിൽ നിന്നും മോളിക്യൂൾസിൽ നിന്നാണ് എന്ത് ചെയ്യണത്, അത് തന്നെ ഇൻഫ്രാറെഡിനെ പ്രൊഡ്യൂസ് ചെയ്യണത്. ഇനി റൈറ്റ് ദ യൂസ് ഓഫ് ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറഞ്ഞേ. ഇൻഫ്രാറെഡ് ലാംപ്സ്. ഓക്കെ, ഇൻഫ്രാറെഡ് ലാംപ്സ്
ആർ യൂസ്ഡ് ഇൻ ഫിസിക്കൽ തെറാപ്പി. ഫിസിക്കൽ തെറാപ്പിയിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇൻഫ്രാറെഡ് ലാംപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻഫ്രാറെഡ് റേഡിയേഷൻ പ്ലേ ദ ഇമ്പോർട്ടന്റ് റോൾ ഓഫ് മെയിൻറ്റെയിനിങ് ദ എർത്ത് വാം ഓർ ആവറേജ് ടെമ്പറേച്ചർ ത്രൂ ദി ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റിന് വേണ്ടിയിട്ട് ആര് നല്ല മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്? ഇൻഫ്രാറെഡ് റേസ് നല്ല മുഖ്യ പങ്ക് വഹിക്കുന്നു. ഇൻഫ്രാറെഡ് ഡിറ്റക്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ എർത്ത് സാറ്റലൈറ്റ്. ഓക്കെ, എർത്ത് സാറ്റലൈറ്റ് ബോത്ത് ഫോർ മിലിറ്ററി പർപ്പസ് ആൻഡ് ഒബ്സർവ് ഗ്രോത്ത് ഫോർ ക്രോപ്സ്. ഓക്കെ, അപ്പോ എന്താണ് IR സെൻസർ ഒക്കെ ഭയങ്കര ഉപകാരമുള്ളതാണ്. ഓക്കെ, ഇപ്പോ IR സെൻസർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ IR സെൻസർ എന്ത് ചെയ്തോണ്ടിരിക്കും? കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇൻഫ്രാറെഡിനെ കടത്തി വിട്ടുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ ഒരു സെൻസറും ഞാൻ വെറുതെ ചുമ്മാ കാണിച്ചിട്ടുണ്ട്, ഒന്നും ആവശ്യമില്ല, ചുമ്മാ പറയുന്നത് ഇതൊരു സെൻസറാന്ന് വിചാരിക്കുക, ഇതൊരു ട്രാൻസ്മിറ്ററും ഇതൊരു റിസീവർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ട്രാൻസ്മിറ്ററിൽ കൂടെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻഫ്രാറെഡ് കടത്തി വിട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ അവിടെ കൈ വെച്ചിട്ടായിരിക്കും, ഇവിടെ ഒരു ബോഡി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബോഡിയുമാ ഇൻഫ്രാറെഡ് തട്ടിയിട്ട് തിരിച്ചു വരും. ഓക്കെ, തിരിച്ചു വന്ന് റിസീവറിൽ അടിക്കും. ഓക്കെ, അങ്ങനെ റിസീവറിൽ ഒരു പ്രോഗ്രാം നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ബൾബ് കത്താനാണെങ്കിൽ എന്ത് ചെയ്യും? ബൾബ് കത്തും. ഓക്കെ, ഭയങ്കര ഉപകാരമുള്ള സാധനമാണ് IR സെൻസർ ഒക്കെ. ഓക്കെ, അടുത്തതിലോട്ട് പോവാ. LED എംസ് ഇൻഫ്രാറെഡ് വേവ്സ്. അതെ, ഇതന്നെ സംഭവം. which are used the remote switches of TV set, video recorders and hi-fi systems. ഇവിടെ നമ്മുടെ റിമോട്ടിലൊക്കെ ഉണ്ടാവുന്നത് എന്താണ്? ഇൻഫ്രാറെഡ് വേവ്സ് ആണ്. കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇൻഫ്രാറെഡ് വേവ്സ് കഴിഞ്ഞു. അടുത്തത് അതേ ഇരിക്കുന്നു YIR വേവ്സ് ആർ കോൾഡ് ഹീറ്റ് വേവ്സ്. എന്തുകൊണ്ടാണ് IR-നെ ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കാൻ കാരണം? ഒന്ന് വായിച്ചേ, ഞാൻ വായിച്ചുതരാം. ഹീറ്റ് വേവ്സ് ആർ സംടൈംസ് റെഫേർഡ് ടു ആസ് എ ഹീറ്റ് വേവ്സ്. കാരണം because water molecule present in most material readily absorb infrared waves. After absorption ശേഷം thermal motion increases that they heat up their surroundings. അതായത് ഇൻഫ്രാറെഡ് വേവ്സ് ഇങ്ങനെ പുറത്തോട്ട് പോകുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഇതിനെ അബ്സോർബ് ചെയ്യും. വാട്ടർ മോളിക്യൂൾസ് ഇൻഫ്രാറെഡ് വേവ്സിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന തെർമൽ മോഷൻ ഇൻക്രീസ് ചെയ്യും. തെർമൽ മോഷൻ ഇൻക്രീസ് ചെയ്താൽ അതെന്ത് ചെയ്യും? ഹീറ്റ് ആവും. അതുകൊണ്ടാണ് IR സെൻസേഴ്സിനെ എന്ത് വിളിക്കുന്നത്? ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഹീറ്റ് വേവ്സ് വിളിക്കാൻ കാരണം? മറ്റേ ഇൻഫ്രാറെഡ് പുറത്തോട്ട് വിടുമ്പോ ഈ വാട്ടർ മോളിക്യൂൾസ് ഇൻഫ്രാറെഡിനെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അബ്സോർബേഷന് ശേഷം ഇതിനകത്തുള്ള തെർമൽ മോഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. തെർമൽ മോഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവന്റെ അകത്ത് ഉണ്ടാവുന്ന ഹീറ്റ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അടുത്തത് എന്താണ് മക്കളെ? എക്സ്പ്ലെയിൻ ദ ഗ്രീൻ ഹൗസ് എഫക്ട്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്? അതായത് ഇൻകമിംഗ് വിസിബിൾ ലൈറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദി എർത്ത്. ഓക്കെ, ഇൻകമിംഗ് വിസിബിൾ ലൈറ്റ് ഇല്ലേ? വിസിബിൾ എർത്തിനകത്ത് നിന്നാണ് വിസിബിൾ ലൈറ്റ് എന്ത് ചെയ്യുന്നു? വിസിബിൾ ലൈറ്റ് അബ്സോർബ്ഡ് ബൈ ദി എർത്ത് സർഫസ് ആൻഡ് re-radiated as infrared radiations. Okay, longer wavelength radiations. This radiations is trapped by the greenhouse gases such as carbon dioxide, water vapor. This trapped infrared radiations maintains the earth warm. എന്താണ് മക്കളെ പറയപ്പെടുന്നത്? ഓക്കെ, വിസിബിൾ ലൈറ്റ്, വരുന്ന വിസിബിൾ ലൈറ്റിനെ എർത്ത് സർഫസ് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. അതായത് സൂര്യന്റെ അടുത്ത് നിന്ന് വരുന്ന വിസിബിൾ ലൈറ്റിനെ എർത്ത് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? റേഡിയേറ്റ് ചെയ്യുന്നു. ഇൻഫ്രാറെഡ് റേ, അതായത് അബ്സോർബ് ചെയ്തിട്ട് ഇൻഫ്രാറെഡ് റേസിനെ പുറത്തോട്ട് വിടുന്നു. അപ്പോ ഇൻഫ്രാറെഡ് പുറത്തോട്ട് പോയിട്ട് നമ്മുടെ ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്? ഗ്രീൻ ഗ്യാസസ് ഉണ്ട് അല്ലെ? കുറെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. ആ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യുന്നു? ഈ ഇൻഫ്രാറെഡ് റേസിനെ എന്ത് ചെയ്യും? ട്രാപ്പ് ചെയ്ത് നിർത്തും. ഓക്കെ, ട്രാപ്പ് ചെയ്ത് നിർത്തും. അപ്പൊ എന്താവും? ഈ ഇൻഫ്രാറെഡ് റേസ് എന്താണ്? ഹീറ്റ് വേവ്സ് ആണ്. അപ്പൊ ഹീറ്റ് എന്ത് ചെയ്യും? ചൂട് കൂടും. അതായത് ഭൂമിയുടെ ചൂട് കൂടും. അതാണ് സംഭവിച്ചത്. സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ത് ചെയ്യും? ഭൂമി അല്ലെങ്കിൽ ഭൂമിയുടെ അർത്ത സർഫസ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇൻഫ്രാറെഡിനെ പുറത്തോട്ട് വിടും. പുറത്തോട്ട് വിട്ട ഇൻഫ്രാറെഡിനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യും? ട്രാപ്പ് ചെയ്യും. ട്രാപ്പ് ചെയ്ത് നിർത്തുമ്പോ ഇൻഫ്രാറെഡ് എന്താണ്? ഹീറ്റ് വേവ്സ് ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? എർത്തിൽ നമ്മുടെ ഭൂമിയിൽ എന്തുണ്ടാവും? ചൂട് കൂടും. ഇനി അടുത്തതാണ് എന്ത്? അൾട്രാ വയലറ്റ് റേസ്. എങ്ങനെയാണ് മക്കളെ അൾട്രാ വയലറ്റ് റേസ് ഉണ്ടാവുന്നത്? അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്പെഷ്യൽ ലാംപ്സ് ആൻഡ് വെരി ഹോട്ട് ബോഡീസ്. ദ സൺ ഈസ് ആൻ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ദി അൾട്രാ വയലറ്റ്. ഓക്കെ, ഇതാണ് നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ആരെടുക്കുക? സണ്ണിൽ നിന്ന് വരുന്ന എടുക്കുക അല്ലെ? സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് മേത്തൊക്കെ അടിച്ചതിന് എന്ത് വരും? ക്യാൻസർ ഒക്കെ വരും എന്ന് പറയാനായിട്ടല്ലേ? ഭയങ്കര ടാൻ അടിക്കും അല്ലെ? സാറിന് മോൻ കണ്ടില്ല ടാനൊക്കെ അടിച്ച്?
ആകെ പോയി. അപ്പൊ നോക്കിയേ, റേഡിയേഷൻസ് എങ്ങനെയാണ് അൾട്രാ വയലറ്റ് ഉണ്ടാവുന്നത്? സ്പെഷ്യൽ ലാംസി എന്നാണ്. ഓക്കെ, ഒരു പ്രത്യേകതരം ലാംസിന്ന് മാത്രം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത് അൾട്രാ വയലറ്റ്. അതായത് സൂര്യൻ കണ്ട, സൂര്യനിൽ നിന്ന് മാത്രമേ എന്ത് വരുള്ളൂ? അൾട്രാ വയലറ്റ് ഒക്കെ വരുള്ളൂ. ഓക്കെ, മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, സ്പെഷ്യൽ ലാമ്പ് വേണമെന്നുള്ളൂ. ഇനി യൂസ് ഓഫ് അൾട്രാ വയലറ്റ് റേസ്. UV റേഡിയേഷൻസ് ആർ യൂസ്ഡ് ഇൻ ലേസർ അസിസ്റ്റഡ് ഇൻ സിറ്റുവേഷൻ കെറാറ്റോമിസ് ഐ സർജറി. അതായത് ഐ സർജറിയിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ അൾട്രാ വയലറ്റ് യൂസ് ചെയ്യണുണ്ട്. ഐ സർജറിയിൽ എന്ത് ചെയ്യുന്നു? അൾട്രാ വയലറ്റ് യൂസ് ചെയ്യുന്നു. ഇനി UV ലാംപ്സ് ആർ യൂസ്ഡ് ടു കിൽ ജംസ് ഇൻ വാട്ടർ പ്യൂരിഫൈ. വാട്ടർ പ്യൂരിഫിക്കേഷനിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? UV ഉപയോഗിച്ചാണ് എന്ത് കൊല്ലണത്? ജംസിനെ കൊല്ലണത്. കുഴപ്പമില്ലല്ലോ. എന്താണ് UV? വാട്ടർ പ്യൂരിഫിക്കേഷനിൽ UV ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ആരെ കൊല്ലണത്? ജേംസിനെ കൊല്ലണത്. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തതിലോട്ട് പോവാ. എന്താണ് മക്കളെ? എക്സ്റേ. എങ്ങനെയാണ് മക്കളെ എക്സ്റേ ഉണ്ടാവുന്നത്? ഞാൻ പറഞ്ഞുതരാം. വൺ കോമൺ വേ ടു ജനറേറ്റ് എക്സ്റേ ടു ബോംബാർഡ് മെറ്റൽ ടാർഗറ്റ് ബൈ ദി ഹൈ എനർജി ഇലക്ട്രോൺസ്. അതായത് ഹൈ എനർജി ആയിട്ടുള്ള ഇലക്ട്രോൺസുകൾ തമ്മിൽ ബോംബാർഡ് ചെയ്യുമ്പോൾ, കൂട്ടിയിടിക്കുമ്പോൾ പുറത്തോട്ട് വിടുന്ന റേഡിയേഷൻസ് എന്താണ്? എക്സ്റേ ഫോമിലാണ്. എന്താണ്? അതായത് ഹൈ എനർജി ഉള്ള ഇലക്ട്രോൺസ്, ഒരു മെറ്റലിനകത്തുള്ള ഹൈ എനർജി ഉള്ള ഇലക്ട്രോൺസുകൾ തമ്മിൽ ബോംബാർഡ് ചെയ്യുമ്പോൾ അവിടെ പുറത്തോട്ട് വിടുന്ന റേഡിയേഷൻസ് എന്താണ്? എക്സ്റേ ഫോമിലാണ്. എക്സ്റേയുടെ യൂസ് എന്താണ് മക്കളെ? വീട്ടില് എന്താണ്? പണ്ട് ഫുട്ബോളൊക്കെ കളിക്കുമ്പോ കാലൊക്കെ ഒടിഞ്ഞിട്ട് വരുമ്പോ, കൈയും കാലൊക്കെ ഒടിഞ്ഞിട്ട് വന്നാ നമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് ആദ്യം പറയണം, എക്സ്റേ എടുക്കളാ, അല്ലെ? എക്സ്റേ എടുക്ക്. തന്നെ സംഭവം. ആ എക്സ്റേ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ഒരുവിധം ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും കാണാൻ പറ്റില്ല, അല്ലേ? നമ്മ എന്താ ലൈറ്റിലൊക്കെ പിടിച്ചിട്ടാണ് നോക്കാൻ, ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് എന്താണ്, എല്ലിന് വല്ല ചതവുണ്ടോ അല്ലെങ്കിൽ എല്ല് പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഉള്ളിലോട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ഇനി അതിന്റെ യൂസ്. എക്സ്റേ ആർ യൂസ്ഡ് ഡയഗ്നോസ്റ്റിക് ടൂൾ ഇൻ മെഡിസിൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഫോർ സെർട്ടൻ ഫോം ഓഫ് ക്യാൻസർ. ഓക്കെ, മെഡിക്കൽ ഫീൽഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റേ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ് മക്കളെ? ഗാമ റേസ്. എങ്ങനെയാണ് മക്കളെ ഗാമ റേസ് യൂസ് ചെയ്യണത്? ഫോം ചെയ്യണത്? ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻ ആൻഡ് ഓൾസോ എമിറ്റഡ് ബൈ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ. ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻസ് എവിടാ? പ്രൊഡ്യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻസ്. ന്യൂക്ലിയർ റിയാക്ഷനിലാണ് ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള റേഡിയേഷൻസ് പുറത്തോട്ട് വിടുന്നത്. ഗാമയ്ക്ക് എന്ത് കൂടുതലാണ്? ഫ്രീക്വൻസി കൂടുതലാണ്. ഗാമ റേസ് എന്ത് കൂടുതലാണ്? ഫ്രീക്വൻസി കൂടുതലാണ്. ഹൈ ഫ്രീക്വൻസി ഉള്ള ഇത്തരത്തിലുള്ള റേഡിയേഷൻസ് പുറത്തോട്ട് വിടുന്നത് എവിടെ നിന്നാണ്? ന്യൂക്ലിയർ റിയാക്ഷൻ. ന്യൂക്ലിയർ റിയാക്ഷൻ കണ്ടല്ലേ? ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും. അപ്പോ ഇവിടെ നിന്നൊക്കെ പുറത്തോട്ട് വിടുന്ന റേസ് ഏതാണ്? ഗാമ റേസ് ആണ്. കുഴപ്പമില്ലല്ലോ. ഈ ചാപ്റ്റർ പറഞ്ഞിട്ട് ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് അതിനകത്ത് നമുക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ ഒക്കെ പഠിക്കാം. ഓക്കെ, അടുത്തെന്താണ് മക്കളെ? യൂസ് ഓഫ് ഗാമ റേസ്. ദേ ആർ യൂസ്ഡ് ഇൻ മെഡിസിൻ ടു ഡിസ്ട്രോയ് ദി ക്യാൻസർ സെൽസ്. ക്യാൻസർ സെല്ല് എവിടെ ഉള്ള ഒരു നമ്മുടെ ശരീരത്തിൻ്റെ സെൽസിനകത്താണ് സെല്ല് തിന്നുന്ന ക്യാൻസറിനെ ഇല്ലേ, അതിനൊക്കെ പറ്റി എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ പറ്റും, കളയാൻ പറ്റും. ആർക്ക്? ഗാമ റേസ്. കാരണം എന്താ? ഫ്രീക്വൻസി കൂടുതലാ, അതാ. ഇനി അടുത്തെന്താ പറയണത്? വൈ ഈസ് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയേഴ്സ് എ മാറ്റർ ഓഫ് ഇന്റർനാഷണൽ കൺസേൺ. മക്കളെ കഴിഞ്ഞിട്ടാ ലാസ്റ്റ് ടോപ്പിക് ആണ്. എന്തുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഓസോണില് വിള്ളല് വരുന്നത്. ഓസോണിൽ എങ്ങനെയാണ് വിള്ളല് വരുന്നത്? ഓക്കെ, UV ലൈറ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ഹാസ് ഹാർംഫുൾ എഫക്ട് ഓൺ ഹ്യൂമൻസ്. ഓക്കെ, UV ലൈറ്റില കുറെ ക്വാണ്ടിറ്റികളൊക്കെ നമ്മ മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മ മനുഷ്യൻ എന്താണ്? കുറച്ച് ഇടങ്ങേറാണ്. ഇനി മോസ്റ്റ് ഓഫ് ദ UV കാണണ്ട. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ UV rays from sun is absorbed in the ozone layer. അല്ലെ, നമ്മ പണ്ട് തൊട്ടേ കേൾക്കണാണ് ഓസോൺ പാളിയിൽ വിള്ളലുണ്ടായി, ചെലവ് 4000 വാർത്തയിലൊക്കെ കേട്ടതാണ്. അപ്പോ അതിന്റെ സംഭവം ഈ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് കുറെയൊക്കെ, അതായത് ഈ ഡയറക്റ്റ് വരുന്ന അൾട്രാവയലറ്റ് നമ്മുടെ മേത്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സീനാണ്. പിന്നെ ഇതൊക്കെ എന്താണ്? ഭയങ്കരമായിട്ട് ഹീറ്റ് ആയി കഴിയുമ്പോ കുറെ പ്രശ്നങ്ങളുണ്ട്. മഞ്ഞുമലകളൊക്കെ ഉരുകി വെള്ളത്തിന്റെ ലെവലൊക്കെ ഇൻക്രീസ് ആവും. അപ്പോ ഇതൊക്കെ എന്താണ്? ഈ വരുന്ന UV ലൈറ്റിനൊക്കെ കുറെയൊക്കെ അബ്സോർബ് ചെയ്യണത് ആരാണ്? ഓസോൺ ലെയേഴ്സ് ആണ്. ഓസോൺ ലെയേഴ്സ് ആണ്. ഈ ഓസോൺ ലെയർ അറ്റ്മോസ്ഫിയർ പ്ലേസ് പ്രൊട്ടക്റ്റീവ് റോൾ. ഓക്കെ, ഓസോൺ ലെയർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റീവ് റോൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഹെൻസ് ഇറ്റ് ഡിപ്ലീഷൻ ബൈ ദി ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. കേട്ടിട്ടുണ്ടാവും, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ് എന്തിനാ ഇതാക്കുന്നത്? മറ്റേ ഓസോൺ ലെയറിനെ
ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഇന്റർനാഷണൽ കൺസേൺ. ഓക്കെ, ഇതിന് കാരണം ഓസോൺ പാളിയിലെ വിള്ളലിന് കാരണം ആരാണ്? ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് കഴിഞ്ഞിരിക്കുന്നു? ചാപ്റ്റർ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നമ്മുടെ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ചാപ്റ്റർ ഒരു കുഞ്ഞി ചാപ്റ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്, കുഞ്ഞി ചാപ്റ്റർ ആണ്. ചുമ്മാ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, ആ പ്രോപ്പർട്ടീസ് ഓഫ് EM വേവ്സിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ്, പിന്നെന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, അവന്മാരെല്ലാ കാര്യവും പഠിക്കണോട്ടാ. ഏത് ഓരോ റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് എല്ലാത്തിന്റെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അവന്മാരുടെ യൂസസ്, അത് എന്തെങ്കിലും പഠിക്കണം. അത് ചോദിക്കും. ഓക്കെ, ചിലപ്പോൾ യൂസ് തന്നിട്ട് ഏത് വേവ് ആണ് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും. അപ്പോ ഈ ചാപ്റ്ററിൽ ഈ പാർട്ടിൽ നിന്ന് എന്തായാലും ചോദിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അതെന്തായാലും ചോദിക്കും. പഠിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, അതിന്റെ ഇക്വേഷനും എങ്ങനെയൊന്നും പഠിക്കാം. അപ്പോ എന്റെ മക്കളെല്ലാവരും എന്താണ്, ഇന്നലെ നമ്മ ഒരു പരിപാടി തുടങ്ങണല്ലേ, ഫോക്കസ് സീരീസ് എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങിയാണ്. അപ്പൊ ഇന്നലെ 2 ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ അതെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ എല്ലാവരും കാണാം. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊപ്പം തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് വരാം. നോട്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഇട്ടോളാം. ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, നമ്മളൊപ്പം തന്നെ ഫോളോ ചെയ്തിട്ട് നമുക്ക് എക്സാമിന് നല്ല രീതിക്ക് എന്ത് ചെയ്യുക, എഫേർട്ട് എടുത്ത് എഴുതാട്ടാ. ഞാൻ പറഞ്ഞിട്ട് പിന്നെയും പറഞ്ഞിട്ട് ഒരിക്കലും റിഗ്രറ്റ് അടിക്കരുത്. എക്സാം കഴിഞ്ഞിട്ട് ഒരിക്കലും റിഗ്രറ്റ് അടിക്കാൻ പാടില്ല. മാക്സിമം എഫേർട്ട് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ എക്സാമിന് പോകാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കാണാം. ഓക്കെ, ബൈ.